യുവാക്കൾ എന്നാണ് പറഞ്ഞത്. ഇവർ കുഞ്ഞുങ്ങളാണോ, ഇവർ മൈനറാണോ, മേജറാണോ, ഇവർ മേജറായാൽ എത്ര വയസ്സ് കൂടി, എത്ര മാസം കൂടെ കൂടി? ഇവരിങ്ങനെ ഒരു സംഭവത്തിൽ മനഃപൂർവ്വം അച്ഛനെ ഇടിച്ച് വീഴ്ത്തുകയും രണ്ടാമത്തെ കാറ് വന്ന് ദേഹത്ത് കയറ്റാൻ ശ്രമിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്ന. അപ്പം കുഞ്ഞുങ്ങൾ പ്രാണരക്ഷാർത്ഥം ബെർമുഡായും നിക്കറും ഇട്ട അച്ഛൻ പുലി എത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രധാന വികാരി അന്നില്ല. അസിസ്റ്റൻറ്റ് വികാരിക്കായി ഈ സംഭവം ഉണ്ടായത്. ഈ അസിസ്റ്റൻറ്റ് വികാരിയാണോ, ഭായിയാണോ, ഞാനാണോ, നിങ്ങളാണോ എന്നറിയാതെ ആ കുഞ്ഞുങ്ങൾ ഒരു ഗേറ്റ് അടച്ചപ്പം അപ്പുറത്ത് ഗേറ്റുണ്ട്. ആ ഗേറ്റിലേക്കൂടെ എത്ര ആത്മരക്ഷാർത്ഥം അവരെ എന്തെങ്കിലും ചെയ്യുമോ, കൂട്ടിയിട്ട് അടുപ്പിടിച്ചിട്ട് ഇടിക്കുമോ, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുമോ, പോലീസിനെ വിളിക്കുമോ എന്നുള്ള വെപ്രാളം മൂലം അവരിറങ്ങി ഓടിയപ്പോഴത്തേക്ക് ഒരു പ്രതിയിൽ ഒരാളുടെ കാറിൻ്റെ മിറർ തട്ടി അച്ഛൻ ഒന്ന് വീണുപോയി. ആ വീണ് പോയത് പത്രസമ്മേളനം അച്ഛൻ നടത്തി FIR റെഡിയാക്കിയപ്പോഴത്തേക്ക് ഇവിടുത്തെ മുൻ MLA അടുത്ത് നിന്ന് നേരിട്ട് പറയുന്നുണ്ട്, അച്ചോ കാർ ഇടിപ്പിച്ചതാണെന്ന് പറയുമെന്ന് മുൻ MLA പറയുന്നുണ്ട്. ആ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും അവരവിടെ നിന്ന് പോയി വേറെടുത്ത് പോയി വീണ്ടും സെൽഫി എടുത്തിട്ട് അപ്പം ഈ സംഭവത്തിൻ്റെ ഗൗരവം അവർക്കറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം വീണ്ടും അവർ പോയി സെൽഫി എടുക്കാൻ പോവുകയും അവിടെ നിന്ന് സെൽഫി എടുത്തിട്ട് വീണ്ടും സ്കൂളിൽ വന്ന് ബാക്കിയുള്ള പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുള്ള തെളിവുകളും കാരണങ്ങളെല്ലാം ഉണ്ട്. ഓരോ കുഞ്ഞിനോടും നമ്മൾ സംഭവമായിട്ട് ചോദിക്കുന്നു. ഞങ്ങൾ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളോട്, മോനെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്രി മുമ്പാകെ, ബാലു മുമ്പാകെ അച്ഛനോട് പോയി മാപ്പ് പറയാം. എന്താണ് തെറ്റ് ചെയ്തതെന്ന് ഓരോ കുഞ്ഞിനോട്, എൻ്റെ കുഞ്ഞ് സഹിതം റിലീസായ എല്ലാ കുഞ്ഞുങ്ങളോടും ചോദിച്ചു നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പോലും ഇങ്ങനെ അല്ലാതെ വരുന്ന ഒരു വ്യത്യാസമായിട്ട് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതുമല്ല. അവരുടെ കുഞ്ഞു മനസ്സിനെ ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ മനസ്സാകെ വേദനിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പം അവർക്ക് കൗൺസിലിംഗ് ആണ് ഏറ്റവും വലിയ ആവശ്യം. അവരെ ഇനി വീണ്ടും അവരെ ഒരു കുറ്റവാളിയുടെ രീതിയിൽ സമൂഹം ചിത്രീകരിക്കും എന്നുള്ളൊരു പേടിയുണ്ട്. മക്കളാരും വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. പള്ളിക്ക് 5 നേരം ഞങ്ങൾക്ക് ഇബാദത്തുണ്ട്, ഞങ്ങൾക്ക് 5 നേരത്തെ നമസ്കാരം നിർവഹിക്കാൻ വരുന്നില്ല. പിന്നെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ അവരാരും എല്ലാവരും എതിരായിട്ട് ഒറ്റപക്ഷമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് നിന്നു. അതാണ് ഏറ്റവും വലിയ തെറ്റ്. കാര്യം അവർ സത്യം അറിയണമായിരുന്നു. അത് ഹിന്ദു പണ്ഡിതനോടോ മുസ്ലിം പണ്ഡിതനോടോ ഹിന്ദു ആരുടെങ്കിലും ഒന്ന് അന്വേഷിക്കണം. ഈരാറ്റുപേട്ട എന്താണ് സംഭവം നടന്നത്? ഒരു വർഗീയ ലഹള ഈരാറ്റുപേട്ട ഉണ്ടായ ചരിത്രം മുതൽ എനിക്ക് 48 വയസ്സായി. ഈരാറ്റുപേട്ട ചരിത്രത്തിൽ കേരളത്തിലെല്ലായിടത്തും മാറാട് പോലുള്ള സംഭവങ്ങൾ കേരളം മൊത്തം ഉണ്ടായി. സംഭവം ഉണ്ടായിട്ട് ഈരാറ്റുപേട്ട സ്ഥലത്തും ഇങ്ങനെ ഒരു വർഗീയ കലാപം ഇതുവരെ ഉണ്ടായിട്ടില്ല. 90% മേളിൽ ശതമാനത്തിന് മുകളിലാണ് മുസ്ലിങ്ങളിവിടെ. ക്രിസ്ത്യൻ വിഭാഗവും ഹിന്ദു വിഭാഗവും അയൽഭാഗത്തെല്ലാം ക്രിസ്ത്യാനിയും ഹിന്ദു താമസിക്കുന്നത്. ഞങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി ഒരേ ശരീരത്തോട് ജീവിക്കുന്നതാണ്. ഇവിടെ കാരുണ്യ പ്രവർത്തനം കൊണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രശംസനീയമായ സ്ഥലമാണ് ഈരാറ്റുപേട്ടയിലത്തെ നന്മക്കൂട്ടവും ടീം എമർജൻസി എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ, അപകടം ഉണ്ടാകുമ്പോൾ, പേമാരി ഉണ്ടാകുമ്പം, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പം അവരെ സഹായിക്കാൻ പോകുമ്പോൾ ഒരാൾ മരിച്ചു കിടക്കുമ്പം അവരുടെ ജീവൻ പണയം വെച്ച് അവർ തണുപ്പുള്ള ഇത്രയും വലിയ മണിക്കൂറുകളോളം വെള്ളത്തിൽ മുക്കിളിച്ച് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഹിന്ദു കുഞ്ഞാണോ അത് ക്രിസ്ത്യൻ കുഞ്ഞാണോ എന്നല്ല നോക്കുന്നത്, മനുഷ്യനായ മനുഷ്യൻ. എന്നെപ്പോലുള്ള ഒരു ജീവനല്ലേ അവൻ്റെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് സഹായിക്കാൻ വരുന്നത്. അവനൊരു ക്രിസ്ത്യാനിയാണോ അവിടെ മരിച്ചു കിടക്കുന്നത്? ഒരാൾ തൂങ്ങി മരിച്ചാൽ പോലീസ് ചെയ്യേണ്ട ജോലി പോലും ഇവിടെ ചെയ്യുന്നത് മുസ്ലിം കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരാൾ ഇത് ബുവായിട്ട് പറയുന്നതല്ല. അങ്ങനെ മതം പോലും നോക്കാതെ മതസൗഹാർദ്ദപരമായിട്ട് നടക്കുന്ന ഒരു നാടാണ് ഈരാറ്റുപേട്ടയിലത്തെ കടകളിലെ ഈരാറ്റുപേട്ടയിലത്തെ അന്യമതസ്ഥരായ അനേകം ആയിരങ്ങൾ ഈരാറ്റുപേട്ടയിൽ കച്ചവടവും ബിസിനസ്സുമായിട്ട് വരുന്നുണ്ട്. ഇന്നലെ ഈ ചാനലുമായിട്ട് അഭിമുഖം നടത്തിയിട്ട് ഞാൻ അഭിമുഖം നടത്തി എന്നോട് മനോരമ ചാനലും എല്ലാ ചാനലും കൂടെ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തി ചെങ്ങന്നൂർ കൊട്ടാരക്കരയിൽ നിന്ന് 2 വീട്ടിൽ ഞാൻ ബിസിനസ് നടത്തുന്ന 2 വീട്ടിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു. അതുകൂടാതെ അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഈ അഭിമുഖമായിട്ട് പറയാൻ പറ്റാത്ത ഭാഷയാണ്. കായും പൂവും തായും പറഞ്ഞ കമൻറ്റുകളാണ്. ഒരു 500ഓളം കമൻറ്റുകൾ വന്നു. ലാസ്റ്റ് ഞാൻ പേടിച്ചിട്ട് എൻ്റെ ഫേസ്ബുക്കിൻ്റെ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ മാറ്റി. ഇപ്പം വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്തു. പേടിച്ചിട്ടല്ല, കാര്യം എന്നെ വരെ ഐഡൻറ്റിഫൈ ചെയ്യുവാണ് ഇപ്പോൾ അവർ. മകൻ അറിയാതെ ഒരു ചെയ്ത തെറ്റാ, ഞാൻ പറഞ്ഞു വിട്ടതല്ല. മകൻ അറിയാതെ ചെയ്തിട്ട് പ്രായച്ചിത്തം ചെയ്യാൻ തയ്യാറാണ്. ആ തെറ്റിൻ്റെ പേരിൽ എന്നെ വരെയും ക്രൂശിക്കുക, എന്നെയും എൻ്റെ മാതാവിനെയും പിതാവിനെയും കൂട്ടി. ഈ വളരെ അസഭ്യമായ വാക്ക്. ആ വാക്ക് എന്താണെന്ന് എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും ഈ ചാനലിന് അഭിമുഖം പറയുമ്പോഴും എനിക്ക് പേടിയാണ്. കാര്യം എന്നെയും എൻ്റെ കുടുംബത്തെയും ബാക്കിയുള്ള 27 കുഞ്ഞുങ്ങളെയും ടോർച്ചർ ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട്.